അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സംസം വെള്ളത്തിന്റെ ചരിത്രമായിട്ടാണ്. അതായത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഹാജറ ബീവിയും കൈക്കുഞ്ഞായ ഇസ്മായിൽ അലൈഹിസ്സലാമും കൂടി ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോ മരുഭൂമിയിൽ ഒറ്റപ്പെട്ട സ്ഥലത്ത് അവരെത്തുന്നുണ്ട്. അപ്പോൾ അള്ളാഹു തആല പറയുന്നുണ്ട്, ഹാജറ ബീവിയെയും ഇസ്മായിൽ നബിയെയും അവിടെ വെച്ച് മക്ക പണിയാനായിട്ട് പോകാൻ. അത് പണിയാനായിട്ട് പോകുമ്പോൾ ഹാജറ ബീവി അവരെ അവിടെ വെച്ച് പോകുന്ന കാര്യം ഹാജറ ബീവിയോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞില്ല. ഹാജറ ബീവി കുട്ടിക്കാരനോട് ചോദിച്ചു, എന്താണ് കാര്യം? അപ്പോൾ പറയുന്നുണ്ട്, അള്ളാഹു താല പറഞ്ഞു, ഇങ്ങനെ ആണ് പറഞ്ഞത്. അള്ളാഹു താല എൻ്റെ അടുത്ത് പറഞ്ഞു മക്ക പണിയാനായിട്ട്. അപ്പോൾ ഹാജറ ബീവി പറയുന്നുണ്ട്, അള്ളാഹു താലയാണ് പറഞ്ഞതെങ്കിൽ താങ്കൾ എന്തായാലും പോകണം. ഞങ്ങളെ സംരക്ഷിക്കാൻ അള്ളാഹു താല ഉണ്ടാകും. 2 ദിവസത്തെ ഭക്ഷണമേ ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ ഭക്ഷണം കഴിച്ച് തീരാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം വെള്ളം കിട്ടാതെ കരഞ്ഞു കൊണ്ടിരിക്കുകയാണ്. ഹാജറ ബീവി ആദ്യം തന്നെ മറുവ പർവ്വതത്തിൽ കയറി ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാണ്. അവിടെ ആരുമില്ല. ഓടി സഫാ കുന്നിലേക്ക് കയറാണ്. എന്നിട്ട് നോക്കാണ് ആരെങ്കിലും ഉണ്ടോ എന്ന്. ഈ പ്രവൃത്തി ഹാജറ ബീവി 7 തവണ തുടർന്നിരുന്നു. ഇതിന്റെ ഓർമ്മക്കായാണ് നമ്മൾ മക്കയിൽ ഉംറക്കും ഹജ്ജിനുമെല്ലാം പോകുമ്പോൾ 7 തവണ സഫയിലോട്ടും മറവയിലേക്കും ഓടുന്നത്. എന്നിട്ട് ക്ഷീണിതയായി തിരിച്ചു വരുമ്പോൾ ഇബ്രാഹിം കാലിട്ടടിച്ച സ്ഥലത്ത് വെള്ളം ഉറവ പൊട്ടുകയാണ്. അവിടെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെള്ളത്തിന്റെ ശക്തി കൂടുമ്പോൾ ഹാജറ ബീവി സംസം എന്ന് പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം അടങ്ങൂ എന്നാണ്. ഹാജറ ബീവി സംസം എന്ന് പറയുമ്പോൾ ആ വെള്ളത്തിന്റെ ശക്തി ആവശ്യത്തിന് മാത്രമാകാണ്. എന്നിട്ട് അതിൽ നിന്ന് അവർ വെള്ളം കുടിക്കുകയാണ്. പിന്നെ അവിടുത്തെ അതിലെ പോകുന്ന കച്ചവടക്കാരെല്ലാം വെള്ളം കുടിച്ച് അവിടെ താമസമാക്കുകയാണ്. പിന്നെ അത് അവിടെ ആൾതാമസം ഉണ്ടാകാണ്. ഇതാണ് നമ്മൾ ഇപ്പോഴും ചരിത്രത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഇതുവരെ നമ്മുടെ സംസം വെള്ളം വറ്റിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. അതാണ് ഈ വെള്ളത്തിന്റെ പ്രത്യേകത. നമ്മൾക്ക് ഏറ്റവും ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള കഥയാണിത്. കാരണം കാലിട്ടടിക്കുമ്പോൾ വെള്ളം വരികയാണ്. അപ്പോൾ വളരെയധികം എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു സ്റ്റോറിയാണ്. ഇനിയും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും. മഅസ്സലാമ.